നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര. പരാജയങ്ങളുടെ തോഴൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം എങ്കിലും ആ പരാജയങ്ങളിലൊന്നും തളരാതെ മുന്നേറിയ വലിയ വിജയത്തെ പുൽകിയ ഒരു വ്യക്തിത്വം. പ്രസിദ്ധമായ ഒരു ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. 21-ാം വയസ്സിൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 22-ാം വയസ്സിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 24-ാം വയസ്സിൽ വീണ്ടും ബിസിനസ്സിൽ പരാജയപ്പെടും. 26-ാം വയസ്സിൽ പ്രിയതമയുടെ വിയോഗം സഹിക്കേണ്ടി വന്നു. 27-ാമത്തെ വയസ്സിൽ കടുത്ത മാനസിക തളർച്ചയ്ക്കിരയായി. 34-ാം വയസ്സിൽ വീണ്ടും അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 45-ാം വയസ്സിൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയം. 47-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയം. 49-ാം വയസ്സിൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെടുന്നു. 52-ാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. എബ്രഹാം ലിങ്കൻ എന്ന ആ വലിയ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും പോരാട്ടം കൊണ്ടും മുന്നേറ്റം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. കാണുന്ന ഒരു പ്രധാനപ്പെട്ട കഴിവ്, ഗുണം, മേന്മ എന്നൊക്കെ പറയുന്നത് തളരാത്ത മനസ്സാണ്, പോരാടുവാനുള്ള തീരുമാനമാണ്, ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. ഒരു നാൾ എന്നുള്ള ആ ഒരു വലിയ ഭാവമുണ്ടല്ലോ, അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ എബ്രഹാം ലിങ്കൻ ചേർത്ത് വെച്ചത്. അങ്ങനെ ആ ഒരു ദിനം വന്നെത്തി. ഈ ഒരു ജീവിതത്തിലെ നേർക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളെങ്കിലും അതിജീവിക്കുവാനുള്ള പ്രചോദക ശക്തിയായി മാറട്ടെ. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം നമുക്ക്. നേരുന്നു ശുഭദിനം.